ഓപ്പറേഷൻ സിന്ദൂറിന് പ്രതികാരമായി പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണം സുദർശൻ ചക്ര എന്ന് വിളിക്കപ്പെടുന്ന S-400 വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ പരാജയപ്പെടുത്തി. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇന്ത്യയിലെ നിരവധി പ്രദേശങ്ങളിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാനുള്ള പാകിസ്ഥാൻ ശ്രമത്തെയാണ് ഇന്ത്യ വിഫലമാക്കിയത്. റഷ്യൻ നിർമ്മിത S-400 ഉൾപ്പെടെയുള്ള ലോകത്തെ ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പാക് ചൈന അതിർത്തികളിൽ ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട്. വ്യത്യസ്ത ശ്രേണിയിലുള്ള മിസൈലുകൾ ഉപയോഗിക്കാൻ ശേഷിയുള്ള S-400-ന് ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ, 400 കിലോമീറ്റർ വരെ ദൂരത്തിൽ പറക്കുന്ന ആളില്ലാ വിമാനങ്ങൾ എന്നിവയെ ഫലപ്രദമായി നേരിടാൻ കഴിയും. S-400 ട്രയംഫ് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ പരിശീലനത്തിനായി വ്യോമസേനയിലെ 100-ലധികം ഉദ്യോഗസ്ഥർ റഷ്യയിലെത്തിയിരുന്നു. റഷ്യൻ മിലിറ്ററിയിൽ നിന്നുള്ള സംയുക്ത സംഘമാണ് സൈനികർക്ക് പരിശീലനം നൽകിയത്. അമേരിക്കയുടെ എതിർപ്പുകളെ മറികടന്നാണ് ഇന്ത്യ S-400 യൂണിറ്റുകൾ വാങ്ങാൻ തീരുമാനിച്ചത്. ഇന്ത്യയുടെ തദ്ദേശീയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് പൃഥ്വി എയർ ഡിഫൻസ്, അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് എന്നിവ. വ്യത്യസ്ത ഉയരങ്ങളിൽ ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ ശേഷിയുള്ളതാണ്. ആകാശ് മിസൈൽ സംവിധാനം ഉപരിതലത്തിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്നതും 30 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളതുമാണ്.